കേരളത്തിലല്ലേ ജീവിക്കുന്നത്? നമ്മളെല്ലാം പറയുന്ന കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ ഏറ്റവും ശക്തിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. അതാണല്ലോ സത്യവും. ഇതിനെന്താ അത്രയും ചിന്തിക്കാനുള്ളത്? ഇത് ഇന്നലത്തെ പോളിംഗ് ദിവസം. അതെങ്ങനെ DC ബുക്സിന് അതുമാത്രമുള്ള ചങ്കൂറ്റം ഉണ്ടാവുമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, EP ജയരാജൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. EP ജയരാജൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ആണെന്ന് പറഞ്ഞിട്ട് DC ബുക്സ് പ്രസിദ്ധീകരിക്കാൻ ഒരു നടപടി സ്വീകരിച്ചിട്ട് ഒരു കോൺസ്പിറസി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സർക്കാർ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണ്ടേ? ഇത് വേറെ ഏതെങ്കിലും സർക്കാരാണോ ഭരിക്കുന്നത്? ഇത് CPM-ൻ്റെ സർക്കാരല്ലേ ഭരിക്കുന്നത്? ഇതൊന്തൊരു ചോദ്യമാണ്. CPM-ന് അങ്ങനെ ഒരു കോൺസ്പിറസി ഉണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ ഗൗരവമാണ്. EP ജയരാജൻ്റെ ഒരു ആത്മകഥ, കള്ള ആത്മകഥ, വ്യാജ ആത്മകഥ ഉണ്ടാക്കി അതിൽ സർക്കാരിനെയൊക്കെ വിമർശിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, പിണറായി വിജയനെ വിമർശിക്കാൻ കാരണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആരുണ്ടാക്കിയതാണ്? അത് പറയട്ടല്ലേ? അത് പറയട്ടില്ല. അതിപ്പം സ്വാഭാവികമായിട്ടും EP ജയരാജൻ്റെ ഈ ഒരു ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഗൗരവമുള്ളതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ അത് മനസ്സിലാവും അദ്ദേഹം കള്ളം പറഞ്ഞാണ്, അദ്ദേഹം ഏൽപ്പിച്ചതാണെന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരോ വേട്ടയാടുന്നുണ്ട്. EP ജയരാജനെ വേട്ടയാടാൻ താല്പര്യം ആർക്കാണെന്ന് വ്യക്തമാവട്ടെ കേരള സമൂഹത്തിന്. അത് ഗൗരവമായിരിക്കും. ഞാൻ ചോദിക്കുന്ന ഒരു ചെറിയ കാര്യം, ഇത്രയും കേരളത്തിലെ ഒരു സംവിധാനത്തിന് ഇത് അന്വേഷിക്കാൻ പറ്റില്ലേ? ഇത് ഇങ്ങനെ ഈ പുസ്തകം വന്നു ഇത് വന്നു മനസ്സിലാക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് അതിനൊരു ഒരു വഴിയുമില്ലേ? ആരെ കളിപ്പിക്കുകയാണ് ഇവർ? നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, മാധ്യമപ്രവർത്തകർക്ക്. നിങ്ങൾക്കറിയില്ലേ ഇതെങ്ങനെ വന്നു എന്നുള്ളത്? എടാ, ഇത് ബാക്കിയെല്ലാം ചൂഴ്ന്നെടുക്കുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലേ? പിന്നെ DC ബുക്സ് മനഃപൂർവ്വമായിട്ട് ഇത് ഉണ്ടാക്കിയതാണോ? അതിനെന്താണ് അവർക്ക് താല്പര്യം അങ്ങനെ ഉണ്ടാക്കാനാണെങ്കിൽ? അവരെ ആരാണ് നിയന്ത്രിച്ചത്? അവരെ ആരാണ് മുന്നോട്ട് കൊണ്ടുവന്നത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇതെല്ലാം തന്നെ CPM-നകത്ത് ഇന്ന് വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതയുടെ പരിണിത ഫലങ്ങളാണ്. അത്രേ ഉള്ളൂ. വരികളാണെങ്കിൽ ഒന്ന്, സരിൻ അവസരവാദിയാണ്. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്. ഈ വാദങ്ങളാണ് EP-യുടെ വരികളാണെങ്കിൽ ഉന്നയിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് രണ്ടും ഗൗരവമായിട്ടുള്ള കാര്യമാണെന്നല്ലേ CPM വിചാരിക്കുന്നത്? ഇത് രണ്ടും CPM-നെതിരെയുള്ള ഡയറക്റ്റ് അറ്റാക്കല്ലേ? CPM-നെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ അവർക്ക് വിഷമം പിണറായിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. പാർട്ടി അറ്റാക്ക് ചെയ്യുന്ന അത്ര വിഷമം ഉണ്ടാവാറില്ല ചിലർക്ക്, CPM-ലെ ചിലർക്ക്. അപ്പോൾ അത് രണ്ടും ഇത്രയും ഗൗരവമായ വിഷയമായതുകൊണ്ട് അത് കണ്ടെത്തണ്ടേ? അവരല്ലേ ഭരിക്കുന്നത്? പോലീസ് അവരുടെ കയ്യിലല്ലേ? ഇന്റലിജൻസ് അവരുടെ കയ്യിലല്ലേ? സ്പെഷ്യൽ ബ്രാഞ്ച് അവരുടെ കയ്യിലല്ലേ? ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ഒരു ചെറിയ കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കേരളത്തിൽ ഭരണ സംവിധാനത്തിന് കഴിയില്ലെങ്കിൽ പിന്നെ അവരെന്തിനാ കസേരയിലിരിക്കുന്നത്? അതിന് പ്രതിനിധി പാലക്കാട് EP-യെ കൊണ്ടുവരികയാണ് പ്രശ്നിക്കാൻ. ഏത് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇതിപ്പം ഇത്തരം കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ EP-യെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്നത് കൂടുതൽ അപഹാസ്യമാവല്ലേ ചെയ്യുള്ളൂ. ആദ്യം അവർ ചെയ്യേണ്ടത്, പാലക്കാട് വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്, ഈ സംഭവത്തിൻ്റെ ഗൂഢാലോചന ആര് നടത്തിയെന്ന് തെളിവ് സഹിതം കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. EP പറഞ്ഞതാണ് ശരിയെങ്കിൽ. ഇനി EP അല്ല പറഞ്ഞത്, EP പറഞ്ഞതാണ് ശരിയെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പാലക്കാട് പ്രസംഗിപ്പിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ഇത്രയെല്ലാം പറഞ്ഞവരാളെ. മറ്റൊരു കാര്യം, DC ബുക്സിലെ DCC എന്നാണ് LDF ക്യാമ്പുകളിൽ നടത്തുന്ന വ്യാഖ്യാനം. അതായത് വ്യാഖ്യാനത്തിലേക്ക് പോകണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുപോവാ. ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന്? എന്തിനാ വ്യാഖ്യാനം പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ അധികാരം ഇരിക്കുമ്പം ആ വ്യാഖ്യാനത്തിൽ എന്തിനാ പറയുന്നത്? ഞങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല. EP ജയരാജനോട് പ്രത്യേകം ഒരു വിരോധവുമില്ല വ്യക്തിപരമായിട്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിരോധം അല്ലാണ്ട് വ്യക്തിപരമായി EP ജയരാജനോട് ഒരു വിരോധത്തിനും കാര്യമില്ലല്ലോ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു CPM അടുത്ത കാലത്തൊന്നും നേരിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധി. ഇതിൻ്റെ ഉത്തരവാദിത്വം ആരാണോ എങ്ങനെയാണോ എന്ന് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം പുറത്ത് കൊണ്ടുവരുന്നില്ല. അവർ മൂടി വെക്കാനാണ് പോകുന്നതെങ്കിൽ അവർ നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയായിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. പാലക്കാട് എന്താണ് BJP ആയിട്ടാണോ മത്സരം, അല്ലെ LDF ആയിട്ടോ? അതിനെന്താ സംശയം? പാലക്കാട് ഷാഫി പറമ്പിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. BJP-യുമായിട്ടാണ്. BJP-യെ തോൽപ്പിച്ചിട്ടാണ് ഷാഫി ജയിച്ചത്. ആ ഒരു കോൺടെസ്റ്റിൽ തന്നെ BJP ആ സീറ്റ് എങ്ങനെയും തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതൊരു കാരണവശാലും പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയ അന്തരീക്ഷം അത് പഴയപടിയാണോ?
BJP ആയിട്ടാണ് മത്സരിക്കുന്നതെന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ BJPയും CPMഉം കോൺഗ്രസും LDF ഉള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. സ്റ്റാറ്റസ് ഞങ്ങൾ മത്സരിച്ച ആരോടായിട്ടാണ്? അവർ പറയുന്നത് എന്താണ്? BJP കേരളത്തിൽ അവർക്കൊരു സീറ്റ് ഓപ്പൺ ചെയ്യാൻ പാലക്കാട് ഉപയോഗിക്കുന്നത്. അത് പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണ്. ചേലക്കരയും പൂർത്തിയായിട്ടുണ്ട്. ചേലക്കര എന്താ കാണുന്നത്? ചേലക്കര എങ്ങനെ കാണുന്നത്? CPM-ന്റെ മണ്ഡലമാണല്ലോ. അതിപ്പം തിരിച്ചു പിടിക്കുന്നുള്ള കാര്യത്തിൽ ഈ പോളിംഗ് കഴിയുമ്പോഴും ഉറപ്പാണ്. ജയിക്കും. അല്ല, ചേലക്കര രാഷ്ട്രീയ പോരാട്ടം എന്നാണ് KC അവിടെ വെച്ച് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ചേലക്കരയിൽ അത്ര ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. ചേലക്കരയിൽ ഞാൻ വിചാരിക്കുന്നത് സർക്കാർ വിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ച ഒരു ഇലക്ഷനാണ് ചേലക്കരയിൽ നടന്നത്. അതുകൊണ്ട് ആ സർക്കാർ വിരുദ്ധ വികാരത്തിൽ UDF വിജയിച്ചു വരും ചേലക്കരയിൽ നിന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.